നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി സുദാസ് കണ്ണോത്തും കുടുംബവും. പഹൽഗാമിൽ കുതിരസവാരിക്കിടെയുണ്ടായ അപകടമാണ് തന്റെയും കുടുംബത്തിന്റെയും ജീവൻ രക്ഷിച്ചതെന്ന് സുദാസ് പറയുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് പാലക്കുളങ്ങര സ്വദേശി സുദാസ് കണ്ണോത്തും കുടുംബവും. പഹൽഗാമിൽ കുതിര സവാരിക്കിടെയുണ്ടായ അപകടമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് തളിപ്പറമ്പിലെ ആധാരമെഴുത്തുകാരൻ മോട്ടിവേഷണൽ ട്രെയിനറുമായ സുഭാഷ് കണ്ണോത്ത് പറഞ്ഞു. കുറേ കാലമായില്ല ഒരു ആഗ്രഹമാണ് കാശ്മീർ കാണുക എന്നുള്ളത്. ഭാര്യയുടെയും ഒരു നിർബന്ധപ്രകാരം ആഗ്രഹപ്രകാരം 18-ാം തീയതിയാണ് കാശ്മീർ പോയത്. കാശ്മീർ പോയി 4 ദിവസം അവിടെയുള്ള സോനാമാർഗ്, ഗുൽമാർഗ്, ഇങ്ങനെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടതിന് ശേഷം 5-ാമത്തെ ദിവസം ആണ് ഇവിടെ പെഹൽഗാമിൽ പോയത്. പെഹൽഗാമിൽ പോയി അവിടെ കാശ്മീരിൽ വന്നു കഴിഞ്ഞാൽ കാണേണ്ട സ്ഥലമാണ് പെഹൽഗാമിലെ ആ ഒരു സ്വർഗീയ സുന്ദരമായ സ്ഥലം. മുകളിൽ പോണി യാത്രയിലൂടെ പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ ആ യാത്ര ചെയ്ത് അവിടെ എത്തുന്നതിന് മുമ്പേ വളരെ വൃത്തികെട്ടതും ചളി നിറഞ്ഞതുമായ ഒരു സ്ഥലത്ത് ഇറങ്ങി വേണം ഈ അപകടം നടന്ന തീവ്രവാദികളെ അപകടം നടന്ന ഈ സ്ഥലത്തെത്താൻ, തീവ്രവാദികൾ അവരുടെ വെടിയേറ്റ് മരിച്ച സ്ഥലത്തെത്താൻ. പക്ഷെ അതിനു മുമ്പേ ഈ കുതിരപ്പുറത്ത് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് കാല് തെന്നി വീണത് കൊണ്ട് മുഴുവൻ ദേഹമാസകലം ചളിയായി, വൃത്തികേടായി. അത് ദൂരെ പോയി അരുവിയിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയ സമയത്ത് തന്നെ നനഞ്ഞ ഡ്രസ്സോടുകൂടിയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയില്ല. 3 മണിക്കൂർ സമയം ചെലവഴിക്കേണ്ട ഇടക്ക് ഞാൻ വെറും അരമണിക്കൂർ മാത്രം സമയം ചെലവഴിച്ച് ചായ കുടിച്ച് പെട്ടെന്ന് അരമണിക്കൂർ മുമ്പേ തന്നെ നമ്മൾ മടങ്ങി വന്ന് താഴെ എത്തി ഒന്ന് ഹോട്ടലിൽ കയറിയ സമയത്ത്, ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയ സമയത്താണ് ഈ മിലിറ്ററി വാഹനങ്ങൾ പരക്കം പായുന്നത് കണ്ടത്. ഭാര്യയും മകനും അടക്കം 3 പേരാണ് ടൂർ പാക്കേജ് മുഖേന കണ്ണൂരിൽ നിന്ന് ശ്രീനഗറിലെത്തിയത്. സുദാസും കുടുംബവും 3 ദിവസം അവിടെ സഞ്ചരിച്ച് സ്ഥലങ്ങൾ കണ്ട ശേഷം തിങ്കളാഴ്ച പഹൽഗാമിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ഹോട്ടലിൽ താമസിച്ച ശേഷം 22-ന് ഡ്രൈവറുടെയും ടൂർ ഗൈഡിന്റെയും നിർദ്ദേശപ്രകാരം 11:30 കുതിര സവാരിക്ക് പോകുകയായിരുന്നു. 7 കിലോമീറ്ററോളം ചെങ്കല്ലും കരിങ്കല്ലും ചെളിയും നിറഞ്ഞ വഴിയിലൂടെ കുതിരപ്പുറത്തു കൂടിയുള്ള യാത്ര സുദാസുവിന് പൂർത്തിയാക്കാനോ സുന്ദരമായ താഴ്വാര ആസ്വദിക്കാനോ കഴിഞ്ഞില്ല. കുതിര സവാരിക്കിടെ തെന്നി വീണ സുദാസിന്റെ ദേഹത്തും വസ്ത്രത്തിലും ചെളിപുരണ്ട് യാത്ര മതിയാക്കി തിരിക്കുകയായിരുന്നു. ഇവർ ഇവിടെ നിന്ന് തിരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഭീകരാക്രമണം നടക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചയോടെ ഇവർ വീട്ടിലെത്തി. സമഗ്ര ന്യൂസ്, കണ്ണൂർ.